ആദായ നികുതി വർദ്ധിപ്പിക്കുകയും അതിനൊരു പുതിയ സ്കീം കൊണ്ടുവരികയും ആ സ്കീമിലേക്ക് ആളുകളെ പരമാവധി അട്രാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകാനിടയുള്ളൊരു സംഗതിയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. അതിന്റെ ചെറിയ സൂചന രാമൻ സംസാരിച്ചപ്പോൾ തോന്നുന്നു ഈ ഫണ്ട് പോകാൻ സാധ്യതയുള്ളത് സ്റ്റോക്കിലേക്കാണ് എന്നുള്ളൊരു സൂചന നൽകി. ഇത് ഹിറ്റ് ചെയ്യുന്ന ഒരു കാര്യം കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി, നമ്മൾ നേരത്തെ സംസാരിച്ച പാനലിൽ അത് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ അതൊന്ന് പറയാമോ? അത് ഡോക്ടർ രാമൻ പറഞ്ഞത് വളരെ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് മറ്റൊരു രീതിയിൽ കൂടി അത് പിന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ഫണ്ടിൻ്റെ ഒഴുക്ക് ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. അതായത് ഈ ന്യൂ റെജീം വരുന്ന സമയത്ത് ഓൾഡ് റെജീം പിന്നെ ഇപ്പം തന്നെ ഏതാണ്ട് 75% ആളുകൾ ഓൾഡ് റെജീം ഉപേക്ഷിക്കുകയും ന്യൂ റെജീം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾഡ് റെജീമിൽ നിന്ന് ന്യൂ റെജീമിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ന്യൂ റെജീമിന് ഇത്രമാത്രം ഒരു പിന്നെ ബെനിഫിറ്റുകൾ കൊടുക്കുന്ന സമയത്ത് ഓൾഡ് റെജീമിൽ ഉണ്ടായിരുന്ന അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്മോൾ സേവിങ്സ് ആണ്. ആ സ്മോൾ സേവിങ്സിന്റെ അവന്യൂസ് എല്ലാം ഇല്ലാതാകുകയാണ്. അപ്പോൾ ആ പണം മുഴുവനും സ്മോൾ സേവിങ്സിന്റെ എന്ന് പറയുന്ന LIC പോളിസികളായാലോ അല്ലെങ്കിൽ പിന്നെ അതിലൊക്കെ അതെ സേവിങ്സ് സ്കീം ആയാലും ഒരു പരിധിവരെ ഹൗസിംഗ് ലോണുകളായാൽ തന്നെ അതൊക്കെ ഒരു പരിധിവരെ ആൾക്കാരെ എടുക്കുന്നത് പ്യുവർലി അതിൻ്റെ 80C പ്രകാരം 80D പ്രകാരം ഒക്കെയുള്ള ടാക്സ് റിഡക്ഷൻസും കൂടെ ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പോൾ പുതിയ ഇതിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പുതിയ റെജീമിന് ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ സ്മോൾ സേവിങ്സ് മുഴുവനും പിന്നെ ഒരു അട്രാക്റ്റീവ് അല്ലാതാവുകയും കൂടുതൽ പണം അത്തരത്തിൽ ബാങ്കിങ് മേഖലയിലേക്ക് വരേണ്ട അല്ലെങ്കിൽ ഇൻഷുറൻസ് LIC പോലെയുള്ള ഇതിലേക്ക് വരേണ്ട പണം മുഴുവനും ഈ പറയുന്ന പിന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്കും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള സ്ഥലങ്ങളിലേക്കും ചാനലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് തീർച്ചയായിട്ടും അതിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ രാമൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ ബീഹാറിന്റെ കാര്യം പറഞ്ഞല്ലോ. ബീഹാറിലേക്ക് ഇപ്പോൾ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ബോർഡ് പ്രഖ്യാപിക്കുന്നു. ഇതിപ്പോൾ നിലവിൽ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നിലവിൽ വരാനെടുക്കുന്ന ഒരു 10 വർഷം. അപ്പോൾ ഇതിങ്ങനെ പ്രഖ്യാപിച്ചൊരു ഹൈപ്പ് ഉണ്ടാക്കുക, അതിൻ്റെ ഒരു ഡിവിഡൻഡ്, പൊളിറ്റിക്കൽ ഡിവിഡൻഡ് നേടിയെടുക്കുക എന്നുള്ളൊരു താല്പര്യം ഭരിക്കുന്ന പാർട്ടിക്കുണ്ട്. അത് മുൻകാലത്തും ഭരിച്ചിരുന്ന പാർട്ടികൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ വരുമ്പോഴാണെങ്കിൽ പോലും പേരിനെങ്കിലും ചില കാര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പ്രഖ്യാപിച്ച് പോകാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നു, ഈ സംസ്ഥാനങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയോടൊക്കെ യൂണിയൻ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ആ കമ്മ്യൂണിറ്റിയൊക്കെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നൊരു തോന്നൽ സൃഷ്ടിക്കാനെങ്കിലും അവർ ശ്രമിക്കാറ്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ ഒരു എന്താ പറയുക കോച്ച് നിർമ്മാണ ഫാക്ടറി വേണമെങ്കിൽ നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാം. അത് പ്രഖ്യാപിച്ചിട്ട് അത് നടപ്പായിട്ടില്ല ഇതേവരെ. ആദ്യം പ്രഖ്യാപിച്ചത് ഇവിടെ നിന്ന് പോയി, രണ്ടാമത് കഞ്ചിക്കോട് പ്രഖ്യാപിച്ചത് ഇതുവരെ നടപ്പായിട്ടില്ല. പക്ഷെ അതവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു എന്നുള്ളൊരു സംഗതി അവിടെ ഉണ്ട്. ചിലപ്പോൾ അത്തരം പ്രഖ്യാപനങ്ങൾ കുറേ കാലം കഴിഞ്ഞെങ്കിലും പ്രാവർത്തികമാകാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. അങ്ങനെ ഈ പ്രഖ്യാപനത്തിന് ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യരെ, ആ സമൂഹങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളൊരു, ഇപ്പോൾ അതുപോലും ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലിലേക്ക്, അത്തരം ഒരു പൊളിറ്റിക്കൽ ഒരു അപ്രമാദിത്വത്തിലേക്കോ സർവാധികാരത്തിലേക്കോ ഒക്കെ അതിൻ്റെ ഒരു സൂചനയായിട്ട് നമ്മൾ ഇതിനെ കാണണം. അതെ, തീർച്ചയായിട്ടും. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ 2014 തൊട്ട് ഇങ്ങോട്ടുള്ള BJP ഗവൺമെന്റിന്റെ ഒരു നടപടികളിലെല്ലാം തന്നെ വളരെ കൃത്യമായൊരു കേന്ദ്രീകരണം നമുക്ക് കാണാൻ സാധിക്കും. അവര് വളരെ കൃത്യമായൊരു കേന്ദ്രീകരണമുണ്ട്. അതേപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വിഭവ വിനിയോഗം എന്ന് പറയുന്നൊരു സംഗതി ഇല്ല. ഇവിടെ ഒരു പ്യുവർലി ഒരു പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഈവൻ ഈ 12 ലക്ഷം രൂപ വരെ ടാക്സ് എക്സംഷൻ കൊടുത്തത് തന്നെ ഡൽഹി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ന് വരെ ആരോപിക്കപ്പെടുന്നുണ്ട്. അപ്പം പ്യുവർലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ഇവർ നടത്തുന്നത്. ഇപ്പോൾ മുൻപ് സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ ബീഹാറിന് ഈ പറയുന്ന സ്കീമുകളിൽ പിന്നെയും ബീഹാറിനെ പരാമർശിച്ചുകൊണ്ട് പല സ്കീമുകളും കൊടുക്കുന്ന സമയത്ത് വളരെ ഗുരുതരമായ, ഇപ്പോൾ കേരളത്തിന്റെ ഒരു ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ വളരെ ഗുരുതരമായ രീതിയിൽ കേരളത്തിനെ പോലെയുള്ള സംസ്ഥാനങ്ങളെ അത് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞു. കേരളത്തിലെ സ്കൂളുകളിൽ ഈ പറയുന്ന ഇന്റർനെറ്റ് കണക്ടിവിറ്റി ആൾറെഡി കൊടുത്തു കഴിഞ്ഞതായതുകൊണ്ട് തന്നെ
കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു കണക്ടിവിറ്റി കൊടുക്കുന്ന സമയത്ത് കേരളത്തിന് അത് ലഭിക്കില്ല. അപ്പം പിന്നെ കേരളത്തിന് അങ്ങനെയുള്ളൊരു ബെനിഫിറ്റ് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ കേരളത്തിന്റെ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജിൽ സെക്കൻഡ് ജനറേഷനോ അല്ലെങ്കിൽ തേർഡ് ജനറേഷനോ എത്തിക്കഴിഞ്ഞു. ആ ഒരു സ്റ്റേജിലുള്ള വികസന പ്രശ്നങ്ങളെയും കൂടെ അഡ്രസ്സ് ചെയ്യാനുള്ള ബാധ്യത, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. അത് അഡ്രസ്സ് ചെയ്യാതെ ഇത്തരത്തിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എൻസിന് വേണ്ടിയിട്ട് പിന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ അത് ആന്ധ്രാപ്രദേശ് ആയിരുന്നു, പിന്നെ ബീഹാർ ആയിരുന്നു, അതേപോലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചില സംസ്ഥാനങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് റിസോഴ്സസ് പിന്നെ ഈഗലിറ്റേറിയൻ അല്ലാത്ത രീതിയിൽ വിനിയോഗിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ തൊഴിലില്ലായ്മയുടെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കേരളത്തിലെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കാര്യത്തിലാണെങ്കിൽ ഈ പറയുന്ന ഇന്റർനെറ്റ് കണക്ടിവിറ്റി പോലെയുള്ള സ്കൂളുകളുടെ പ്രശ്നങ്ങളാണെങ്കിൽ ഈ കാര്യങ്ങളിലെല്ലാം കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജനറേഷനിലുള്ള ഡെവലപ്മെന്റ് ഇഷ്യൂസാണ് കേരളം അഭിമുഖീകരിക്കുന്നത്. ഒരു കേന്ദ്രം എന്ന നിലയിൽ ആ പ്രശ്നങ്ങളും കൂടെ കാണാൻ, ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിലല്ല നമ്മുടെ പ്രശ്നം, മറിച്ച് ഈ പറയുന്ന വികസന പ്രശ്നങ്ങളും കൂടെ കാണാൻ കേന്ദ്രം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ വയനാട് പോലെയുള്ള പിന്നെ വളരെ ലോകം തന്നെ നടുങ്ങിയ വിധത്തിലുള്ള ദുരിതങ്ങളിൽ പിന്നെ ഒക്കെ കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാടാണ് നമ്മൾക്ക് ഭരണഘടനാപരമായിട്ട് തന്നെ കേരളത്തിനെതിരെ നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നു.